അള്ളാഹുവിൻ്റെ ഗൃഹത്തിലേക്കുള്ള യാത്ര അത് പൂർണ്ണമായും സൗജന്യമായി നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചുകൊണ്ട് ആ ഒരു സ്വപ്നം സാഫല്യമായ ഒരു വലിയ ചാരിതാർത്ഥ്യ അഭിമാന നിമിഷത്തിലാണ് നമ്മൾ എത്തുന്നത്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ഗൃഹം പരിശുദ്ധമായ കഅബയും അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയും കാണുക എന്നുള്ളത്, അതൊക്കെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ വഴികൾ തെളിയാനുണ്ട്. ഒരുപക്ഷെ നമ്മൾ മാത്രം വിചാരിച്ചാൽ എത്താൻ സാധിക്കാത്ത ഒരു സ്വപ്നം ഇമാം KMCC-യുടെ ആ ഒരു ചേർത്ത് പിടിക്കൽ, നിങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി അവർക്ക് നിങ്ങൾക്കൊക്കെ ആതിഥേയത്വം നൽകി അള്ളാഹുവിന് വേണ്ടി നിങ്ങൾക്ക് ശുക്ർ ചെയ്യാനും ഉംറ ചെയ്യാനും തവാഫ് ചെയ്യാനും സഅയ് ചെയ്യാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ പോയി ദുആ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ള ഒരു വലിയ സൗഭാഗ്യം നിങ്ങൾക്കുണ്ടായത് നമ്മുടെ ദമാമിലെ നമ്മുടെ സുഹൃത്തുക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർ ധനികരൊന്നുമല്ല, പക്ഷെ എങ്കിലും അവിടെ കഴിയുന്നത്ര ഒരു വിഹിതം നിങ്ങൾക്ക് നൽകി നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ഏറ്റവും നല്ല സൽക്കർമ്മത്തിന് വേണ്ടി അവരിവിടെ തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അതിനുവേണ്ടി മുൻകൈയെടുത്ത ദമാം KMCC-യുടെ നേതാക്കൾ പലരും കൂടെ ഉണ്ട്. എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്നും നമ്മുടെ സുഹൃത്ത് അദ്ദേഹം പോയിരുന്നു. അത് നമ്മോടാണ് ആവശ്യപ്പെട്ടത്. നിങ്ങൾക്ക് ഒരു പേര് സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ സജസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളൊക്കെ ഇന്ന് പാലക്കാട് കൂടുന്നുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ കാണാനും പരിചയപ്പെടാൻ സാധിച്ച സന്തോഷമുണ്ട്. നിങ്ങളെ കോഴിക്കോട് എയർപോർട്ടിൽ സ്വീകരിക്കാൻ വേണ്ടി അന്ന് നേതാക്കളൊക്കെ എന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അന്ന് അല്പം ദൂരത്തായിരുന്നു, അതുകൊണ്ട് എത്താൻ സാധിച്ചതെങ്കിലും ഈ ഒരു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അത് 4 പേരുള്ള സാനിഫ് അടക്കമുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇത് ഏറ്റെടുത്ത ദമാം KMCC അതിനുവേണ്ടി സഹായിച്ചവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. രോഗങ്ങൾ ശിഫയാക്കി തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമ്മിൽ നടത്തി തരുമാറാവട്ടെ. اللهم اجعل هذا الشهر اللهم اجعل اللهم انا نسألك موجبات رحمتك وعزائم مغفرتك وسلامة من كل اثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. اللهم اجعل هذا جمعنا جمعا مرحوما ولا تفرقنا من تفرق معصوما. اللهم انا نسألك موجبات رحمتك وعزائم مغفرتك وسلامة من كل മമ്മി സാഹിബ് പറഞ്ഞത് വീണ്ടും ഞാൻ കടമെടുക്കുകയാണ്. ഒരു ഗൾഫുകാരൻ റിട്ടേൺ വരുന്നത് പോലെ ഒരു പെട്ടിയൊക്കെ ആയി വീട്ടിൽ വന്ന് കയറാനുള്ള സൗഭാഗ്യം നിങ്ങൾ ഉണ്ടാക്കി തന്നു. പക്ഷേ ഞങ്ങൾ സഹദി ഉസ്താദ് പറഞ്ഞതുപോലെ ഇതൊരു കൂടിയാലോചന മാത്രമായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. നമ്മൾ നവംബറിൽ വാർഷിക സമ്മേളനം വാർഷികം ആഘോഷിക്കാന്ന് പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഉച്ചത്തിൽ പറയണം, അതാണ് അത് വേണ്ടത്. ഇല്ല, കണ്ട. അപ്പം ഞങ്ങൾ വാർഷികം ആഘോഷിക്കാൻ മനസ്സുകൊണ്ട് നെയ്യത്ത് ചെയ്തിട്ടുണ്ട്. അത് അള്ളാഹു സബലീകരിച്ച് തരട്ടെ എന്നാണ് ഇപ്പം നമുക്ക് പ്രാർത്ഥന. പിന്നെ നമ്മൾ ഈ 100 പേരും മക്കത്ത് പോയി ദുആ ചെയ്തതിൻ്റെ ഒരു തിക്തമായ ഫലം നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം 2 ചെരുപ്പും ഒരു കവറും ഇട്ടിട്ടാണ് ജോസഫ് വരുന്നത്. 7 ദിവസം മുമ്പാണ് മുജീബ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാട്ടുകാരൻ ഒരാളിനെ കുറിച്ച് ഉമ്രക്ക് പോകാൻ തയ്യാറായിക്കൊള്ളിരുന്നു. അതിൻ്റെ 4 മാസം പിന്നെ മോൻ മരിച്ച ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മോൻ ഇത് ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങളെ ഈ എന്താ പറയുക, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒരു രാജകീയമായ രീതിയിലാണ് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ നൊവോട്ടോ ഹോട്ടൽ, അതിപ്പോൾ എന്താ കുട്ടി എഴുതി അതിൽ കണ്ടിയാണ് മറന്നുപോയില്ല. നൊവോട്ടോ ഹോട്ടലിൽ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ അവർ പറയും, നിങ്ങളെന്താ നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാത്തതെന്നാണ്. ഇത് വേണ്ടമാരി ഉപയോഗിക്കില്ല. ഞാൻ വെറുതെ പറഞ്ഞല്ലാതെ അത് അവർ പറഞ്ഞതാണ്. കാരണം ഞങ്ങൾ കണ്ട പിന്നെ അവിടുത്തെ സൗകര്യങ്ങൾ അതൊക്കെ പല ഉണ്ടാവും, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ
ഇന്ന് ഇവരൊക്കെ ഒറ്റയ്ക്ക് വന്നവരാണ്. അതിന് സങ്കടം തോന്നിയത് പല ആളുകൾ ഇന്നലെ രാത്രി ഈ പരിപാടിക്ക് കൃത്യം 11 മണിക്ക് എത്തണമെന്ന് നിർബന്ധം പിടിച്ച കാരണം ഇന്നലെ രാത്രി ട്രെയിൻ മാർഗം വന്ന് തിരൂരൊക്കെ വന്ന് റൂമെടുത്ത് താമസിച്ച് ഇന്ന് പുലർച്ചെ വന്നവരുണ്ട്. അപ്പോൾ അത്രമാത്രം അവരൊക്കെ ഇതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് മനസ്സിലായി. നമ്മളൊക്കെ ഈ അടുത്തുള്ള ആളുകളാണ്. പ്രായം ചെന്ന ഉമ്മമാരൊക്കെ ചില ഒരു ഉമ്മ വിളിച്ചുകൊണ്ട് അതെ വളരെ സങ്കടമുണ്ട്. കാരണം നിങ്ങൾക്ക് വിളിക്കുമ്പോൾ ആ വോയിസ് പോലും കേൾക്കാൻ കഴിയുന്നില്ല, വരാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് അഭിനന്ദനാകുന്ന നമ്മുടെ അമീർ അറക്കൽ ഉസ്താദ് അല്ലാഹുവിന്റെ ആഫിയത്തോടെ ദീർഘായുസ്സോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ഇരിക്കുന്ന KMCC പ്രവർത്തകന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാണ്, ഉസ്താദ് പറഞ്ഞത് അടുത്ത നവംബർ മാസം 8-ാം തീയതിയാണ് നമ്മുടെ വാർഷികം വരിക. അപ്പോൾ പ്രയത്നിച്ചത് അവർക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഈ ഒരു സദസ്സ് കാണുമ്പോൾ വളരെ അങ്ങേയറ്റം സന്തോഷമുണ്ട്, അതോടൊപ്പം തന്നെ സന്തോഷം കൊണ്ട് കണ്ണുനീരും വരുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ തറവാട് കൊടപ്പനക്കൽ തറവാടിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു താങ്ങും തണലുമായി കൊടപ്പനക്കൽ തറവാട് നമ്മളെ താലോലിച്ചു കൊണ്ടുപോകുന്നു. അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് സംഘടന, അതിൻ്റെ കീഴിൽ പോഷക സംഘടനയായിട്ടുള്ള KMCC, മനുഷ്യന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അത് മതമാണോ, മറ്റുള്ള ജാതിയാണോ, മറ്റുള്ള സ്ത്രീ പുരുഷ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊരു വ്യത്യസ്തമായ ഒരു കാരുണ്യ പ്രവർത്തനമാണ് ഞങ്ങളുടെ KMCC ദമാം ഈസ്റ്റേൺ പ്രൊവിൻസ് കഴിഞ്ഞ വർഷം ചെയ്ത് തീർത്തത്. അതിൽ വളരെ സന്തോഷമുള്ള ഒരു കൂട്ടുകുടുംബമാണ് ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഈ സംഗമത്തിലേക്ക് ഇന്നലെ രാത്രി 10:30 മണിക്കാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നത്. പിന്നെ ഇങ്ങനെ ഒരാൾ വിളിച്ച് പറഞ്ഞ് ഞങ്ങളെ KMCCൻ്റെ ഹാജിസ് എന്ന് പറഞ്ഞ ഞങ്ങളെ പിന്നെ കൊടുവള്ളി മണ്ഡല നേതാവ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട്, നിങ്ങൾക്കറിയുമോ? ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഗ്രൂപ്പിൽ നോക്കി, ഗ്രൂപ്പിൽ കണ്ടപ്പോൾ ഒരു മെസ്സേജ് കണ്ടു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ പണിഷാസായി ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളോടൊക്കെ എനിക്ക് കുറച്ച് അരിശ തോന്നിയത്. കാരണം ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്ന നേരം പിന്നെ കുറച്ച് ദിവസം മുന്നേ തന്നെ എന്ത് പരിപാടി ഒരു ഔട്ട് ചെയ്യല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്നാണല്ലോ ഇത് അറിയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളോടൊക്കെ നിങ്ങളെ മുന്നേ എന്താ പറയുന്നത് കേട്ടോ, അതുകൂടെ ധൈര്യത്തിൽ പറയാലോ. പിന്നെ അങ്ങനെ നേരെ മൊയ്തീൻ സാഹിബിനെ വിളിച്ചു. മൊയ്തീൻ സാഹിബിനെ വിളിച്ച് നോക്കുന്ന എനിക്ക് പേടി. കാരണം 10:30 മണിയായിരിക്കുന്നല്ലോ, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ അതൊരു ഉൾഭയമുണ്ട്. അങ്ങനെ മൊയ്തീൻ സാഹിബ് വിളിച്ചാൽ മൊയ്തീൻ സാഹിബ് നല്ല ആക്റ്റീവാണ്, ഉറങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ ഇങ്ങനെ ഈ പരിപാടി സൂചിപ്പിച്ചെന്ന് പറഞ്ഞു, ആയിക്കോട്ടെ നമ്മൾ നാളെ തുടങ്ങിയതുകൊണ്ടാണ് സിദ്ദിഖാക്ക് ഈസ്റ്റേൺ കോസിൻ്റെ KMCCയുടെ സെക്രട്ടറി സ്ഥാനത്തൊക്കെ ഇരിക്കാൻ കഴിയുന്നത്. കാരണം എന്നും എൻ്റെ കൂടെ എല്ലാ കോച്ചുകാട് അലസയും നാരിയും കറിയും എല്ലാ സ്ഥലത്തും ഞങ്ങൾ പറയുമ്പോൾ ഒരു കൂട്ടുകാരനെ പോലെ ഇതിനു വേണ്ടി ജോലി കഴിഞ്ഞ വൈകുന്നേരം എൻ്റെ കൂടെ പിരിവിന് വേണ്ടി ഞങ്ങൾ മന്ത്രിക്ക് കരശനൊക്കെ എടുക്കുന്ന എല്ലാ മാസവും ഇങ്ങനെ പോയി എല്ലാ പ്രാവശ്യവും. പക്ഷേ ഇത് എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാനൊരു നിമിത്തം മാത്രമേ ഉള്ളൂ. അതുവെച്ചാൽ ഞാൻ തുടക്കം തന്നെ കൊടുക്കാൻ കാണിച്ചാൽ 2005 അറ്റക്ക് വന്നപ്പോൾ ശരിയാണ് നേരെ പാണക്കാട്ട് വന്നു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഈ കോഴിക്കോടല്ലേ, ഞാത്ത് വിളിച്ചുകൊണ്ട് ഈ തലയെ കഴിച്ച് 10 മിനിറ്റ് ദ്വാരുന്ന് ഈ ഒരു കാര്യം ചെയ്യേ, ഈ എനിക്ക് കിട്ടുന്ന കോഴിക്കോട് അവിടുന്ന് കിട്ടുന്ന ചില്ലറ പൈസ കൊണ്ടുപോയിട്ട് CHRൻ്റെ കൊണ്ടുപോയിട്ട് അമ്മേൻ്റെ കാവലുണ്ടാവും, ഡോക്ടറെ കാണിച്ച് മരുന്നും കുടിച്ചു പറഞ്ഞു. അങ്ങനെ 18 കൊല്ലം ഓടി ഒന്നും ചെയ്യാതെ ആ മരുന്നുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം സൗദി പോയപ്പോൾ 2ാമത് അറ്റാക്ക് വന്നു. നോക്കുമ്പോൾ 5 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ആദരണീയനായ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മുനവ്വർ ശിഹാബ്, അതുപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട
സഹോദരന്മാർ, KMCCയുടെ സഹപ്രവർത്തകന്മാർ, സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പറയാൻ വാക്കുകളില്ല. വളരെ വളരെ സന്തോഷമേറിയ ഒരു മഹനീയ അതിനപ്പുറം ഇരിക്കുന്ന എല്ലാവരും KMCCയുടെ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ ഒരു സമർപ്പിത ജീവിതമാണ് അവർ. അപ്പം അതുകൊണ്ട് ഞങ്ങളത് അന്വേഷിക്കാറില്ല. പക്ഷേ നിങ്ങളിങ്ങനെ കൂടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിയായ സന്തോഷമുണ്ടായി. അപ്പം ഇന്നലെ വൈകുന്നേരം വിളിച്ചപ്പോൾ ഞാൻ ഇന്നലെ വന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച കൂടാൻ വേണ്ടി ഇരുന്നാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച കൂടിയാൽ ഞാൻ ഇതിലേക്ക് വരില്ല, എന്നെ നിങ്ങൾക്ക് വിളിക്കാനും കിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഇന്നലെ രാത്രി ആദ്യം കിട്ടിയ ഒരു പരിപാടി ഇതാണ്, ഇതിലേക്ക് വരണം. അപ്പോൾ KMCC പ്രസ്ഥാനത്തിന് നിങ്ങൾക്ക് അതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ പ്രവർത്തകന്മാരാണ്. അതിൽ ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ സംഘടനാ തലപ്പത്തേക്ക് തിരഞ്ഞെടുക്കും. അതിൻ്റെ ഇപ്പോഴുള്ള ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഇതൊക്കെ അതിൻ്റെ നേതാക്കന്മാരാണ് എല്ലാവരും. അപ്പം ഈ അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു ഇനി ഞങ്ങൾക്ക് കരുത്തും മനസ്സും സമ്പത്തും നൽകട്ടെ എന്ന് നിങ്ങൾ അതിൽ നിങ്ങളുടെ ദ്വാരൊക്കെ ഉൾപ്പെടുത്തണം. അതുപോലെ നിങ്ങൾ ചെയ്ത ഈ സൽക്കർമ്മം നിങ്ങൾക്ക് എന്നും പരീക്ഷയിൽ KMCC പോയി തിരിച്ചു വന്ന മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വിലയേറിയ പ്രവർത്തകർ, അങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ വിശേഷിപ്പിച്ചത്. ഞങ്ങൾ ഈ KMCCക്കാർ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാറുണ്ട്, വളരെ ഭംഗിയായി നടത്തും. അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് ഞങ്ങൾ അന്വേഷിക്കാറില്ല, അതിനൊരു അപേക്ഷയും ക്ഷണിക്കാറുമില്ല. ഞങ്ങൾക്ക് വരുന്ന അപേക്ഷകൾ, ഞങ്ങളുടെ മുന്നിൽ വരുന്ന പരാതികൾ, അതിന് പരിഹാരം കാണുക എന്നത് മാത്രമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് അതിന് പ്രചോദനം നൽകുന്നത് ഞങ്ങൾ പ്രവർത്തിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സംഘടനയും അതിൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നേതാക്കളും അതിൻ്റെ ആശയവും ഒക്കെയാണ് ഞങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മഹത്തായ പ്രസ്ഥാനം 75 ആണ്ടുകൾ പൂർത്തിയാക്കിയ 2023 മാർച്ച് 10-ാം തീയതി അതിനോടനുബന്ധിച്ച് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നത് ആലോചിച്ചപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാനാണ് അധ്യക്ഷനാണെന്ന് പേരറിയുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയുന്നില്ല. വിശാല ഉദ്ഘാടനം നമ്മളെ സിദ്ദീഖ് പാണ്ഡ്യകശാല നമ്മുടെ KMCCയുടെ സെക്രട്ടറി കൂടിയാണ്. ഒറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ. കാരണം നവംബർ 8-ാം തീയതി നമ്മുടെ കരിപ്പൂര് ഹജ്ജ് ഹൗസിൽ നിന്ന് നമ്മോടൊപ്പം കൂടിയിട്ട് ഈ സമയം വരെ ഇവരെ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടില്ല. അത് വലിയ സന്തോഷമാണ്. കാരണം
എത്രയോ തിരക്കുള്ള ആളുകളാണ്, എത്രയോ ഒരുപാട് ചുറ്റുപാടുള്ള ആളുകളാണ്. ഇപ്പം നമ്മൾ ഒന്ന് ഒരുമിച്ച് കൂടാതെ അറിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നലെ ഉച്ച വരെ ഇവരൊന്നും ഈ ഒരു വിവരം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ആരും നേരിട്ട് വിളിച്ചവരൊന്നുമല്ല, ഒരു ചെറിയൊരു ക്ഷണം വെച്ച് നോക്കുമ്പോൾ ഇത്രയും തിരക്കുള്ള ആളുകൾ നമ്മുടെ സദസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട്, അതിൻ്റെ 10 മടങ്ങ് അവർക്ക് നമ്മോട് ഉള്ളിലൊരു സ്നേഹമുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ ഈ സമയം ചിലവഴിച്ച് നമ്മോടൊപ്പം ഒരുമിച്ച് കൂടിയത്. അല്ലാതെ അവർക്ക് ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എപ്പോഴും ഇൻഷാ അല്ലാഹ് എനിക്ക് അധ്യക്ഷ പ്രസംഗമായി പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളിലും വിലപ്പെട്ട രാവുകളിൽ, വിലപ്പെട്ട ദിവസങ്ങളിൽ, പ്രാർത്ഥനകളിൽ ഒരിക്കലും ഇവരെ മറന്നു പോകാൻ പാടില്ല. കാരണം ഇപ്പോഴും അവർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് എല്ലാവിധ സന്തോഷം എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് നമ്മുടെ സിദ്ദീഖ് പാണ്ടികശാല നിർവഹിക്കും. അത് ഇപ്പോഴല്ല, തങ്ങൾ വന്നാവുമ്പോഴാണ് അതിൻ്റെ ഒന്നും കൂടി ഒരു റാഹത്ത് കിട്ടുള്ളൂ, അല്ലേ? അതല്ല സന്തോഷം അല്ല. പിന്നെ ഇവരെല്ലാവരും നേതാക്കന്മാരെ നമുക്കാർക്കും പേരറിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ തുടങ്ങാം, അല്ല ഓരോരുത്തർ മുതൽ എന്ത് ചെയ്യാം, എല്ലാവരും നമ്മുടെ ഓഫീസ് നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ നേതാക്കന്മാർ ഇൻഷാ അല്ലാഹ്. അതിനുശേഷം പ്രധാനമായും നമുക്ക് സംസാരിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഏറ്റവും പ്രായം ചെന്ന ആളാണെങ്കിലും എല്ലാവരേക്കാളും മനസ്സുകൊണ്ട് ചെറുപ്പക്കാരനായ നമ്മുടെ മമ്മി സാഹിബ്, അല്ലാഹു ദീർഘായുസ്സിലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അന്നു മുതൽ ഇന്ന് വരെ ഒരു ചെറുപ്പക്കാരനേക്കാൾ അധികം പ്രസരിപ്പോടെ എല്ലാ കാര്യങ്ങൾക്കും വയനാട്ടുകാരനാണെങ്കിലും മനസ്സ് മുഴുവൻ പെടും. ഇപ്പൊ നോക്കിയാലും പാലക്കാട് സംസാരം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നമുക്ക് സംസാരിക്കും. ഇതിൽ ഒരുപാട് ആളുകൾ സംസാരിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ ഓഫീസാറിനെ ആദരവ് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സെക്രട്ടറി. അതുപോലെ ആരുടെയും പേരറിയില്ല, എല്ലാവരെയും പ്രധാനപ്പെട്ട നമ്മുടെ സ്റ്റേജിൽ വേദിയിൽ ഉപവിഷ്ടരായ KMCCയുടെ എല്ലാമായ നേതാക്കന്മാരെ, അതിലേറെ നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് KMCC എന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ തണലിൽ നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായ ഉംറ നിർവഹിക്കാനുള്ള അവസരം നേടിത്തന്ന് ആ സംരംഭത്തിൽ പങ്കെടുത്ത, ആദ്യാവസാനം വരെ പങ്കെടുത്ത എൻ്റെ സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉംറ സംഘത്തിലെ അംഗങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവേശ്വരനായ റബ്ബുൽ ഇസ്സത്തിന്റെ അലംഘനീയമായ അനുഗ്രഹത്താൽ ഇതുപോലെ നമുക്ക് കൂടാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. കാരണം സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല, പിരിഞ്ഞതിന് ശേഷം ഒന്നിച്ച് ഒരു കൂടലും പിരിയലും ദുആ ചെയ്യലും പരസ്പരം കാണലുമില്ല. നമ്മുടെ തോഹ സാഹിബ് ഒരു സുപ്രഭാതത്തിൽ വിളിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കൂടലുണ്ട് എന്ന വിവരം അറിയുന്നത്. ഏതായാലും അറിഞ്ഞതിലും വലിയ സന്തോഷമുണ്ട്. ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ അധികവും KMCCയുടെ നേതാക്കന്മാരാണ്. ഈസ്റ്റേൺ പ്രൊവിൻസിന്റെ എല്ലാവരും ഈസ്റ്റേൺ പ്രൊവിൻസ് ദമാമിലെ നേതാക്കന്മാരാണ്. ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ അധികവും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉംറയിൽ പങ്കെടുത്ത കാരണവന്മാരായ ആളുകളുണ്ട്. ഏതായാലും നിങ്ങളൊക്കെ വലിയ ഭാഗ്യം ചെയ്തവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉംറയിൽ നിങ്ങളുടെ കൂടെ പങ്കെടുക്കാനും നിങ്ങളെ സഹായിക്കുവാനും നിങ്ങളോട് സഹകരിക്കുവാനും ഏറെക്കുറെ സാധിച്ചിട്ടുണ്ടെങ്കിലും ശാരീരികമായ ചില പ്രയാസങ്ങളെ കൊണ്ട് നിങ്ങളൊക്കെ അറിഞ്ഞതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അത് എന്താണെന്ന് എനിക്ക് പോലും വ്യക്തമായി അറിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ്. അള്ളാഹുവിൻ്റെ വിധി തടുത്തു നിർത്താൻ നമുക്കൊരു ശക്തിക്കും സാധ്യമല്ല. ഏതായാലും ഹയാത്തോടു കൂടി നിങ്ങളെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വലിയ ഒരു ഭാഗ്യമെന്നത്. കാരണം സ്വാഭാവികമായും ഇത്തരം സംരംഭങ്ങളും സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ
നമുക്കൊക്കെ വലിയ ടെൻഷനും പ്രയാസങ്ങളൊക്കെ അതിന് ശേഷം നമുക്ക് ബോധം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എന്നാലും കാണാൻ പറ്റിയല്ലോ എന്നത് വലിയൊരു തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ആഫിയത്തോടുകൂടെ അവന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യുവാനൊക്കെ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഉംറയിൽ പങ്കെടുത്ത നമ്മുടെ സഹോദരന്മാര് ഒരുപാട് ദൂരെ നിന്ന് വരുന്നവരാണ്. കാസർഗോഡ് മുതൽ ഏകദേശം തിരുവനന്തപുരം അല്ലെങ്കിൽ ആലപ്പുഴ ജില്ല വരെയുള്ള വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് ഈ ഒരു മഴയുടെ പ്രതികൂല സാഹചര്യത്തിൽ കാലാവസ്ഥയിലായിട്ട് പോലും ഇങ്ങോട്ട് എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം അത് നമ്മുടെ മനസ്സിന്റെ ഒരു ബന്ധമാണ്. തർജുൻ നജാത വലം തസ്ലുക് മസാലികഹ ഇന്ന സഫീനത ലാ തജ്രി അലൽ ലബസി. മഹാനായ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കാവ്യത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, തർജുൻ നജാത വലം തസ്ലുക് മസാലികഹ. നിങ്ങളൊരു ലക്ഷ്യം ആഗ്രഹിക്കുന്നു, അതല്ലെങ്കിൽ ഒരു വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ വലം തസ്ലുക് മസാലികഹ, ആ വിജയത്തിന്റെ അതല്ലെങ്കിൽ ആ നല്ല ലക്ഷ്യത്തിന്റെ പാതയിൽ നിങ്ങൾ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ ഇന്ന സഫീനത ലാ തജ്രി അലൽ ലബസി, ഒരിക്കലും കടലിൽ ഓടേണ്ട കപ്പല് കരയിൽ സഞ്ചരിക്കാൻ അതൊരിക്കലും സാധ്യമല്ല. കപ്പൽ വെള്ളത്തിലൂടെ ജലത്തിലൂടെ സഞ്ചരിക്കേണ്ട, കടലിലൂടെ സമുദ്രത്തിലൂടെ സഞ്ചരിക്കേണ്ട വാഹനമാണ്. അതിനൊരിക്കലും കരയിലൂടെ സഞ്ചരിക്കാൻ സാധ്യമല്ല. അതുപോലെയാണ് നമ്മളൊരു ലക്ഷ്യം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗത്തിൽ നമ്മൾ പ്രവേശിച്ചാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായി ആഗ്രഹിച്ചതാണ് പരിശുദ്ധമായ ഭവനത്തിൽ കഅബയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ എത്തുക എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അഭിലാഷമായി, വലിയ ഒരു ആഗ്രഹമായി, വലിയൊരു ലക്ഷ്യമായി നിങ്ങൾ കൊണ്ടു നടന്നവരാണ്. എന്നാൽ ആ ലക്ഷ്യം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചത് നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിലേക്കുള്ള മാർഗങ്ങൾ നിങ്ങൾ തേടിയത് കൊണ്ടാണ്. മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ മാർഗങ്ങളുണ്ട്, അതല്ലെങ്കിൽ ശാരീരികമായ ആരോഗ്യത്തിന് മാർഗങ്ങളുണ്ട്, അതുപോലെ പ്രാർത്ഥന മൂലമുള്ള മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങളിൽ നിങ്ങൾ തേടിയത് പ്രാർത്ഥനയാണ്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ബഹുമാനപ്പെട്ട KMCC നേതാക്കന്മാരിലൂടെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് നമ്മുടെ ലക്ഷ്യത്തിന്റെ അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള ഒരു ആർജവത്തിന്റെ, ഒരു ആത്മബോധത്തിന്റെ, ഒരു ആത്മവിശ്വാസത്തിന്റെ, കോൺഫിഡൻസിന്റെ ഒക്കെ ഒരു നിദർശനമാണ്, ഒരു ഫലമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആ ഒരു വലിയ സൗഭാഗ്യത്തിന് അർഹരായവർ. കാരണം KMCCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അല്ലേ, ഏത് കൺട്രികളാണെങ്കിലും ഗൾഫിലെ ഏത് രാജ്യങ്ങളാണെങ്കിലും ആദ്യമായിട്ടാണ് സൗദിയിലെ തന്നെ നമ്മുടെ ദമാമിലെ പ്രിയപ്പെട്ട, ഞാൻ ദമാമിൽ 2 വർഷം ജോലി ചെയ്തതാണ് മുമ്പ്, 9 വർഷം മുമ്പ്. അതിനുശേഷം ഒരു 6 വർഷത്തോളം 1 വർഷം മുമ്പും ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തകന്മാരൊക്കെ അറിയാം. ഈസ്റ്റേൺ പ്രൊവിൻസ് ആയതുകൊണ്ട് ഒരു വിശാലമായ ഒരു വൃത്തമായതുകൊണ്ട് ഇവരൊന്നും നേരിട്ട് പരിചയമില്ല. ദമാമിലെ ടൗണുമായി ബന്ധപ്പെട്ട KMCC നേതാക്കന്മാരൊക്കെ ഭൂരിപക്ഷം ആളുകളെയും വ്യക്തിപരമായിട്ട് പരിചയമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു നീയത്തിന്റെ ശക്തിയാണ്. നമുക്കറിയാം, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ചാരത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്ന. അല്ലാഹു മഹാനവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. മഹാന്മാരായ പാണക്കാട് സാദാത്യങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ തണലാണ്. ആ സാദാത്തുകളെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് പിന്നെ ഒരു ആലോചനയില്ല. കാരണം പാണക്കാട് സാദാത്യങ്ങൾ അവരുടെ പൂർവ്വസൂരികളായ പാരമ്പര്യമായി നമുക്ക് കിട്ടിപ്പോകുന്ന വലിയ ഒരു സൗഭാഗ്യമാണ്. നാം മനസ്സിലാക്കുന്നത് പോലെ കേരളത്തിലെ നമുക്ക് മാത്രമല്ല ഈ സൗഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളത്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്താകുന്ന സമയത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്ന സന്ദർഭമൊക്കെ നമ്മൾ ആലോചിക്കുകയാണ്. കാരണം അവരുമായിട്ടൊക്കെ ആത്മീയമായ ബന്ധം അവർക്കുണ്ടായത് അത് അവരുടെ മഹത്വമാണ്. അത് ഞാനെന്നല്ല, നിങ്ങളെന്നല്ല, ആര് വിചാരിച്ചാലും ആ മഹത്വത്തെ ഇല്ലായ്മ ചെയ്യുവാനോ അതിനെ തിരസ്കരിക്കുവാനോ അതിനെ മാറ്റി നിർത്തുവാനോ നമുക്ക് ആർക്കും സാധ്യമല്ല. കാരണം ആ തണല് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ളതാണ്. മഹാനായ
സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ മഹാനായ ശിഹാബ് തങ്ങളെയാണ് നേരിട്ട് അനുഭവമുള്ളവർ. അതിനു മുമ്പ് മഹാനായ പൊക്കോയ തങ്ങൾ അടക്കമുള്ള മഹാരഥന്മാരായ സയ്യിദന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിനടുത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. എന്തുകൊണ്ടും ബറക്കത്തായ, അതല്ലെങ്കിൽ എന്തുകൊണ്ടും ശ്രേഷ്ഠമായ ഒരു സദസ്സിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, KMCCയിലെ നമ്മുടെ അഭ്യുദയകാംക്ഷികളായ നമ്മുടെ പ്രവർത്തകന്മാർ, അവരൊരിക്കലും നേതാക്കന്മാർ എന്ന് പറയുന്നതിൽ അവർക്ക് തന്നെ ഒരു ജാള്യതയുണ്ടാവും. കാരണം അവർ യഥാർത്ഥത്തിൽ നേതാക്കന്മാരല്ല, അവർ സേവകരാണ്. കാരണം പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നിർദ്ധരായ യാതനകൾ, വേദനകൾ, കഅബയുടെ ചുറ്റും നമ്മൾ തവാഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ സഫ മറുവക്കിടയിൽ നമ്മൾ സഹി ചെയ്തു. സഫ മറുവക്കിടയിലുള്ള ഈ സഹി യഥാർത്ഥത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഭാര്യയായ ഹാജർ ബീവിയെയും കൊണ്ട് ഫലസ്തീനിൽ നിന്നും മക്കയിലേക്ക് യാത്രയാവുകയാണ്. അള്ളാഹുവിന്റെ ഓർഡറാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഊശ്വരമായ മക്കയായ മരുഭൂമിയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയതമയായ ഹാജർ റളിയല്ലാഹു തആല അൻഹയെയും തന്റെ പിഞ്ചോമന മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂട്ടി ആരാരുമില്ലാത്ത മക്കയിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ മക്കയിൽ എത്തിയതിനു ശേഷം വീണ്ടും പരീക്ഷണമാണ്. ഭാര്യയെയും മകനെയും ഈ ഊശ്വര ഭൂമിയിലാക്കി താങ്കൾ തിരിച്ചു പോകണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ പ്രയാസത്തോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയനായി തിരിച്ചു പോവുകയാണ്. പിന്നീട് അവിടെ നടന്നത് വലിയ ചരിത്രത്തിന്റെ ഒരു നാന്ദിയാണ്, വലിയൊരു ചരിത്രത്തിന്റെ തുടക്കമാണ് പിന്നീട് അവിടെ നടന്നത്. നമ്മളൊക്കെ ഉംറക്ക് സഈ ചെയ്യുമ്പോൾ, സഫാ മറുക്കടലിൽ സഈ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തിനു വേണ്ടിയാണ് അന്ന് ഹാജർ റളിയല്ലാഹു തആല അൻഹ ആ സഫയുടെയും ആ മറുവയുടെയും ഇടയിൽ ഓടിയത്? ഒരൊറ്റ ലക്ഷ്യത്തിനാണ്. എന്തിനാണ്? പിഞ്ചുമോനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടിയാണ് ആ വലിയ, ഇന്നവിടെ വലിയ മലയില്ലെങ്കിലും ആ വലിയ രണ്ട് മലകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് എന്തിനാണ്? കാരണം വെള്ളമില്ലാത്തത് കൊണ്ടല്ലല്ലോ, ആണോ? അല്ല, നമ്മൾ സഞ്ചരിക്കുന്നത് വെള്ളത്തിന് വേണ്ടിയല്ല. അന്ന് അവർ എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനൊരു ആരാധന നമുക്ക് കണ്ടെത്തിയത്? നമുക്കൊന്നും പറയാനില്ല, നമുക്ക് ആലോചിച്ചാൽ എത്തും പിടുത്തവും ലഭിക്കുകയുമില്ല. കാരണം അതിന്റെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ നമ്മൾ ഓടുന്നതിന്റെ അർത്ഥം നമുക്ക് എന്താവില്ല, മനസ്സിലാവില്ല. ആവശ്യമുണ്ടല്ലോ, യുക്തി കൊണ്ടാണെങ്കിൽ നമ്മൾ ഓടേണ്ടതില്ല. കാരണം അന്ന് ഓടിയത് ഒറ്റ ലക്ഷ്യത്തിനാണ്, വെള്ളത്തിന് വേണ്ടിയാണ്. നമ്മൾ ഓടുന്നത് വെള്ളത്തിന് വേണ്ടിയല്ല എന്ന് നമുക്ക് പരിപൂർണ ഉറപ്പുമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? അള്ളാഹു നമ്മുടെ യജമാനനാണ്, മാലിക്കാണ്. ആ അള്ളാഹുവിന്റെ അടിമയാണ്, നമ്മൾ അബുദാണ്. അബുദ് എന്ന പ്രയോഗം പരിശുദ്ധ ഏതായാലും നമ്മുടെ ഈ ഉംറയുടെ നമ്മൾ പോയതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് അടുത്ത നവംബറിലേക്ക് സംഘടിപ്പിക്കാം എന്നായിരുന്നു നമ്മുടെ പ്ലാനിങ് ഉണ്ടായിരുന്നത്. പിന്നീട് യാദൃശികമായിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഗമം ഒരുമിച്ച് കൂടേണ്ടത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കൂട്ടത്തിൽ ഉംറക്ക് പോകുന്ന ഒരു സഹോദരി ആകസ്മികമായി മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ ലോകത്ത് നമ്മോടൊപ്പം നമുക്കും അവർക്കും മഹാന്മാരായ നമ്മുടെ നേതാക്കളോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആ സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഗ്രൂപ്പിൽ നടന്ന ചർച്ചയിൽ നമ്മുടെ കൂട്ടത്തിലെ ഒരു പ്രായമുള്ള വയനാടുള്ള മമ്മിക്കാണ് പിന്നെ ഇതിലേക്ക് ഞമ്മക്കും വയസ്സായിരിക്കുന്നു, ശാരീരികമായിട്ടുള്ള പല ആവശ്യകതകളും ഉണ്ട്. അപ്പൊ ഇനി എന്നാ നമ്മളത് കണ്ടുമുട്ടുക, നമുക്കൊന്ന് ഒരുമിച്ച് കൂടണം, അർജന്റായിട്ട് ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ഈ ഒരു യോഗം നമ്മുടെ സാജിസ്ഥാനിലേക്ക് നേതൃത്വത്തിൽ എന്നും ഒരു 3-4 ആഴ്ച മുമ്പാണ് ശരിക്കും ഇതിനെ ഒരു രൂപരേഖ തയ്യാറാക്കിയതും. ചോദിക്കാണ്, കാരണം ഇന്നലെ ഉച്ച വരെ നിങ്ങൾ ആരും ഇതിന്റെ ചിത്രത്തിലില്ല. കാരണം നിങ്ങൾ ആരൊക്കെ ഇവിടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ആവശ്യം. എവിടെ നിന്നും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം.
ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർക്കാറുണ്ട്, സ്മരിക്കാറുണ്ടെന്ന് അവർ നമ്മോട് ഇപ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഇത്ര വാക്കുകൾ പറയുമ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് തന്നെയാണ്. അന്ന് മുതൽ ഇന്നേ വരെ ഞങ്ങളെല്ലാവരും നിങ്ങളെ ഓർക്കാത്ത ഒരു പ്രാർത്ഥനയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മളൊക്കെ പള്ളിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളെ സഹായിച്ചവരെ എന്ന് പറയുമ്പോൾ സഹായിക്കണേ, അവർക്ക് റഹ്മത്ത് ചെയ്യണം, മഗ്ഫിറത്ത് ചെയ്യണേ, അവരെ സഹായിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിൽ വരാറുണ്ട്. അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ജീവിതാഭിലാഷം അത് സാക്ഷാത്കരിക്കപ്പെട്ട ഒരു സുന്ദര മുഹൂർത്തമായിരുന്നു ആ സന്ദർഭം. ഇവിടെ ഇരിക്കുന്ന ഒരാളെ കൊണ്ടും ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ മനസ്സിൽ നിന്ന് ഒരിക്കലും ഇന്നേ വരെ മാഞ്ഞു പോയിട്ടില്ല. അപ്പൊ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കല്ല. ഇവിടെ ഒരുപാട് നേതാക്കന്മാരൊക്കെ ഉണ്ട്. ക്യാൻസർ നേതാക്കന്മാരുടെ പേരൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സാദി ഉസ്താദ് അവരുകളാണ്. അദ്ദേഹത്തെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ പ്രിയപ്പെട്ട المؤمنين وإلى حضرات أصحابه البدريين والعهديين وصائر الصحابة والقرابة كلهم أجمعين. اللهم إلى حضرات سائر أولياء الله تعالى من مشارق الأرض إلى مغاربها من إنسهم وجنهم وصغيرهم وكبيرهم وذكرهم وأنثاهم يا أرحم الراحمين وأهل الخير كلهم يا رب العالمين. اللهم زد لهم فضلا على فضلهم وشرفا على شرفهم وكرامة على كراماتهم لديك. اللهم اغفرهم يا خير الناصرين. اللهم بحقوقها يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. സഹോദരിമാരെ, നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ക്യാമ്പസിക്കാർക്ക് ഇത്രയും വലിയൊരു ഉപകാരം നമുക്ക് ചെയ്തു തരുവാൻ വേണ്ടിയിട്ട് അള്ളാഹു അവരെ നമുക്ക് അനുഗ്രഹിച്ചു തന്നു. അതുകൊണ്ട് അള്ളാഹുവിനോടാണ് നമ്മൾ ആദ്യമായി നന്ദി പറയേണ്ടത്. എന്നതിൻ്റെ ശേഷമാണ് നമ്മൾ അള്ളാഹുവിനെ ക്യാമ്പസിക്കാർക്ക് എല്ലാ വകുപ്പിലും അവർക്ക് അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. നമ്മളിതൊരു ഉംറയ്ക്ക് പോയത് ഒരു പ്രകൃതിയിൽ കൂടെ അല്ല, നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ഒരു കഴിവിനും വേണ്ടിയിട്ടും അല്ല, നമുക്ക് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ക്യാമ്പസിക്കാർക്കാണ് അള്ളാഹുവിനെ അനുഗ്രഹിച്ചുകൊണ്ട് നന്ദി പറയേണ്ടത്. പിന്നെ തന്നെയുമല്ല, ഇത്രയും നല്ലൊരു സദസ്സും ഇത്രയും നല്ലൊരു വേദിയും അള്ളാഹുവാണ് നമുക്ക് ഒരുക്കി തന്നത്. അതിനും നമ്മൾ അള്ളാഹുവിനാണ് ശുക്ർ ചെയ്യേണ്ടത്. കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഇത്രയും പ്രവർത്തിക്കാനും ഇത്രയും ഭംഗിയായി ഇത് നടത്താനും വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഇതിന് സംഘടനക്കാർ ഒരുങ്ങിയത്. കാരണം നമ്മുടെ ഉസ്താദുമാര്, ഈ ഷഹദ് ഉസ്താദ് എന്ന് പറഞ്ഞ ഉസ്താദാണ് എപ്പോഴും നമ്മളെ ഗ്രൂപ്പിൽ വോയിസ് വിട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വരണം എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും തന്നെ സംസാരിക്കുന്നില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, തീരത്തെഴുതിയാൽ തിരമാലകൾ മായ്ക്കും, മണ്ണിൽ എഴുതിയാൽ കാൽപാതകൾ മായ്ക്കും, പക്ഷെ നമ്മുടെ മനസ്സിൽ എഴുതിയാൽ ആര് മായ്ക്കും? അത് അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും മായ്ക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ സുജൂദിലും റുക്കൂയിലും എല്ലാത്തിലും എപ്പോഴും പഠിച്ചവനെ നല്ലൊരു പുണ്യഭൂമിയിൽ നമ്മളെത്തിയത് ക്യാമ്പസിക്കാർ കാരണമാണല്ലോ എന്ന് നമ്മൾ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. കാരണം തന്നെയുമല്ല, നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഉസ്താദുമാര് കഠിന അധ്വാനം ഈ 100 ആൾക്ക് വേണ്ടി നമ്മുടെ കൂടെ നടന്നിട്ട് നമുക്ക് വേണ്ടി വളരെ പ്രയോജനം ചെയ്ത് തന്നവരാണ്. അതുകൊണ്ട് അവർക്കും നമ്മൾ എപ്പോഴും നമ്മുടെ ദുആയിൽ അവരെയും നമ്മൾ പങ്കെടുപ്പിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, KMCCയുടെ നേതാക്കൾ, നമുക്ക് ഒരുമിച്ച് ഉംറയ്ക്ക് പോകാൻ കഴിഞ്ഞതിൻ്റെ കൂടെ ഉംറയ്ക്ക് എത്തിയ KMCCയുടെയും മുസ്ലിം ലീഗിൻ്റെയും സമ്മന്നതരായ നേതാക്കൾ, പ്രവർത്തകർ, എന്തായാലും വളരെ സന്തോഷം. ഒരുപാട് കൂട്ടായ്മകളും ഒരുപാട് സംഗമങ്ങളും നടക്കുന്ന കാലത്ത്